നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ചിന്തനങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ച് കാണും. ഞങ്ങൾ എന്നേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വലിയ സീനിയേഴ്സായി ഈ ഇന്നലത്തെ വചനങ്ങൾ വലിയ കാര്യമില്ല എന്ന് ചിലപ്പോൾ ചിലർക്കെങ്കിലും ചിന്ത വരാം. ഈ മാനസാന്തരം എന്ന് പറയുന്നത് മരണം വരെ നടക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കത് മനസ്സിലാണെങ്കിൽ അതിങ്ങനെ പറയാം. നമ്മുടെ ശരീരം എത്ര കുളിപ്പിച്ച് മിനുക്കിയാലും പിന്നെ നമ്മൾ റബ്ബ് ചെയ്താൽ നല്ല മണമല്ല വരുന്നത്. ഭൂമി നമ്മൾ എത്ര വെള്ളം കൂടി കഴിയൊന്ന് ശുദ്ധീകരിച്ചാലും എത്ര കഴിയുന്നതോറും മണ്ണേ വരത്തുള്ളൂ. അതാണ് നമ്മൾ. കർത്താവ് പറയുന്നു നമ്മളിൽ യാതൊരു ഗുണവുമില്ലെന്ന്. യോഹന്നാൻ 6:63 കർത്താവ് പറഞ്ഞൊരു വാചകമാണ്. റോമർ 7:15 പൗലോസ് ആ പ്രയോഗം പറയുന്നുണ്ട്. മാംസം ഒന്നിനും ഉപകരിക്കുന്നത് അല്ല. നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ഈ കാർണൽ മൈൻഡിൽ നിന്ന് യാതൊരു നന്മയും സ്വയമേ പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു ബോഡിയും മൈൻഡുമാണ് നമുക്കുള്ളത്. ഒന്നുകൂടെ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇത് എന്താ പറയുന്നത്, ആണിയും കൊണ്ട് എഴുതി നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിക്കണം. നിങ്ങൾ എത്ര മാനസാന്തരപ്പെട്ടാലും, നിങ്ങൾ എത്ര അഭിഷിക്തനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ സീനിയർ വിശ്വാസിയാണെങ്കിലും മരണം വരെ നിങ്ങളുടെ ജഡം കൊണ്ടും നിങ്ങളുടെ കാർണൽ മൈൻഡ് കൊണ്ടും ഒരു നല്ല പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആകുമ്പോൾ എന്നും നമ്മളെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? ഡെയിലി നമ്മൾ കുളിക്കുന്ന പോലെ, ഡെയിലി നമ്മൾ വീട് ശുദ്ധമാക്കുന്ന പോലെ, ഡെയിലി നമ്മുടെ വണ്ടി ശുദ്ധമാക്കുന്ന പോലെ, ഡെയിലി നമ്മുടെ ഡ്രസ്സ് കഴുകുന്നത് പോലെ, ഡെയിലി നമ്മളെ തന്നെ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും മാലിന്യങ്ങൾ കഴുകിക്കൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞ ആ മാനസാന്തര പ്രസംഗം മരണം വരെ നടപ്പിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്തോത്രം. പിന്നെ നമ്മൾ ഇന്നലെ വൈകിട്ട് ചിന്തിച്ചു, നമ്മുടെ ആ കറപ്റ്റഡായ ലൈഫ് ഒരു വലിയ ഒരു അശുദ്ധമായ പടുകുഴിയിൽപ്പെട്ട കിണറിന് തുല്യമാണ്. അതിനകത്ത് മുങ്ങിത്താഴുന്ന ഒരു മനുഷ്യന് തുല്യമാണ്. സ്വയം നമുക്ക് ഒരിക്കലും കയറി വരാൻ പറ്റത്തില്ല. സ്വന്തം ശ്രമം കൊണ്ട്, സ്വന്തം മനസ്സുകൊണ്ടും, സ്വന്തം ശരീരം കൊണ്ടും നന്നാകാൻ നോക്കിയാൽ യുഗത്തിൽ നടക്കത്തില്ല. ഫ്രീ ഗിഫ്റ്റായി കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആ കൃപയാലും സ്നേഹത്താലും വീണ്ടെടുപ്പിൻ്റെ ആ കാൽവറി നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, രക്ഷയുടെ 7 പാക്കേജ് ചിന്തിച്ചല്ലോ. അതിനാൽ മാത്രമേ നമുക്ക് ആ തിന്മ നിറഞ്ഞ ജഡത്തിലും മനസ്സിൽ നിന്നും നിങ്ങൾക്കൊരു ജയജീവിതമുള്ളൂ. എന്നും എപ്പോഴും അത് ഓർത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ കഴുകിക്കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ, എന്നെ കൊണ്ട് പറ്റുമോ നമുക്ക് ആയുസ് ചിന്തിക്കാനൊക്കത്തില്ല. ഐ ആം ഓക്കെ, ഐ വിൽ മാനേജ് എന്ന് ചിന്തിച്ചു പോയാൽ അന്ന് കുഴി വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ സ്വയം മരണം വരെ 0 ആക്കണം, മരവിപ്പിക്കണം. കഴിവില്ലെന്നുള്ള കഴിവുകേട് പറഞ്ഞുകൊണ്ടിരിക്കണം, അംഗീകരിച്ചുകൊണ്ടിരിക്കണം. അവിടാണ് അവൻ ബലവാനായി നമ്മളെ ബലപ്പെടുത്തുന്നത്. എന്ന് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുവോ അന്ന് നമ്മൾ തോറ്റു. അത് മനസ്സിലാക്കണം. സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്നും കൃപയിൽ ശരണപ്പെടേണ്ട ഒരു സെറ്റപ്പിലാണ് നമ്മുടെ ഫ്രെയിം വർക്ക്. കൃപയിൽ ശരണപ്പെടാൻ നമുക്ക് ഒരിക്കലും നിൽക്കാനൊക്കത്തില്ല.
എങ്ങനെ ശ്വാസമില്ലാതെ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന പോലാണ് കൃപയിൽ ശരണപ്പെടാൻ നമ്മൾ ഒരിക്കലും പറ്റത്തില്ല. ഇല്ലേ? ഇടതടവില്ലാതെ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ശ്വാസം ഇടതടവില്ലാതെ ഒരു നിമിഷം മിനിറ്റ് ശ്വാസം നിന്നാൽ കാര്യം തീർന്നു എന്ന് പറഞ്ഞ പോലെ കർത്താവ് പറയാണ് പ്രയർ വിത്തൗട്ട് സീസിങ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അത് ഇടമുറിയെ ചെയ്താൽ നമ്മുടെ കാര്യം നടക്കത്തില്ല. പറഞ്ഞതിൻ്റെ താല്പര്യം എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും കൃപയിൽ ശരണപ്പെടുക എന്നർത്ഥം. എപ്പോഴും എങ്ങനെ പ്രാർത്ഥിക്കുക, എപ്പോഴും എങ്ങനെ മുട്ടുമേരിക്കുക, എങ്ങനെ എപ്പോഴും പ്രയർ ചെമ്പർ എന്നൊരു ചിന്ത വരാം. അങ്ങനല്ല, കർത്താവിൽ എപ്പോഴും ഡിപ്പെൻഡബിൾ ആയി. അതാണ് ക്രിസ്ത്യ ജീവിതം. ഇതിനാ കർത്താവ് പറയുന്നത് എന്നെ കൂടാൻ നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ക്രിസ്ത്യാനി ഒരു പാരസൈറ്റാ. കർത്താവിൽ എന്നും ശരണപ്പെടണം ഏത് നിമിഷവും. എനിക്കിപ്പോൾ നിങ്ങളുടെ മധ്യേ വചനം ശുശ്രൂഷിക്കണമെങ്കിൽ ഞാൻ കർത്താവിൽ ഡിപ്പെൻഡഡ് ആകണം. അപ്പോൾ മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ കഴിഞ്ഞ ഒരു പരിചയവും പഴക്കവും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. കർത്താവിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങളുടെ മധ്യേ ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. ഈ രീതിയിലാണ് നമ്മുടെ ഫ്രെയിംവർക്കും കർത്താവിൻ്റെ രക്ഷണ്യ പദ്ധതി. അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും പ്രശംസിപ്പാൻ, നിഗളിപ്പാൻ, ഞാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നാൻ ചിന്തിക്കേണ്ട, പറയണ്ട. തോന്നിയാൽ അപകടമാണ്, തോന്നിപ്പോയാൽ അപകടമാണ്. ഇത്ര ഡെലിക്കേറ്റാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സെറ്റപ്പ്. അത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ വെളിപ്പാടിൻ്റെ അതിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഒരു 3-4 വിങ്ങുകളായിട്ടൊന്ന് തിരിയാൻ പോവാണ്. ആ ഏരിയയിൽ തന്നെ ഒരു 4 വിങ് മിനിമം എടുക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെടുക്കുമ്പോഴത്തേക്ക് ഇന്നത്തെ രാവിലത്തെയും വൈകിട്ടത്തെയും ക്ലാസ് തീരും. മതി. പ്രൈസ് ദി ലോർഡ്. അല്പം കൊണ്ടും അധികം കൊണ്ട് കർത്താവ് ചെയ്യും. നമ്മൾ അതിൻ്റെ 1-ാം ഭാഗം ചിന്തിച്ചത് എന്താ? അബ്രഹാമിന് ദൈവം എന്ത് ചെയ്തു? 3 രീതിയിലുള്ള വാഗ്ദത്തം കൊടുത്തു. എന്തുവാ വാഗ്ദത്തം എന്ന് പറഞ്ഞേ? മറന്നുപോയോ? ഞാൻ നിന്നെ സന്തതിയെ അനുഗ്രഹിക്കും. 2, ഞാൻ നിനക്കൊരു ദേശം തരും. 3, ഞാൻ നിനക്ക് നിന്റെ സന്തതി നിമിത്തം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കും. ഇങ്ങനെ 3 വാഗ്ദത്തമാണ് കൊടുത്തത്. ഇതിൽ 2 നമ്മുടെ ലോകത്തിലെ കാര്യം, മക്കളുടെ കുടുംബത്തിൻ്റെ നന്മയാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് കുടുംബം നന്നാകണമെന്നുള്ളത്. 2-മതുള്ളതാണ് പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട റിച്ചായി സമ്പന്നനായി പരാജയപ്പെട്ടു പോകാതെ ജീവിക്കണം എന്നുള്ളത്. ഇതിനുവേണ്ടി ആ മനുഷ്യൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുഴുവൻ അധ്വാനിക്കുന്ന സർവ്വ അധ്വാനങ്ങളുടെ പിന്നിൽ ഇത് 2 കാര്യമാണ്. നമ്മളതിനെ കൂലങ്കഷമായിട്ട് പഠിച്ചാൽ മനസ്സിലാക്കി. ഈ 2 കാര്യത്തിന് വേണ്ടി രാവിലെ തൊട്ട് മനുഷ്യൻ വൈകിട്ട് വരെ രാത്രി മുഴുവൻ ചിന്തിച്ച് കിടന്നുറങ്ങും, ഉറങ്ങാതും ചണ്ട് കിടക്കും. ഈ ചിന്ത മുഴുവൻ ഇതാ, ഈ 2 കാര്യത്തിന് വേണ്ടി ചിന്തിക്കുന്നത്. എങ്ങനെ എൻ്റെ കുടുംബം ഒന്ന് നന്നാക്കാം, എൻ്റെ പിള്ളേരുടെ ഭാവി എങ്ങനെ നന്നാക്കാം. ഈ 2 കാര്യമാണ്. ഈ 2 കാര്യമാണ് പരിശുദ്ധാത്മാവോട് അഡ്രസ് ചെയ്യുന്നത്. പക്ഷേ ഈ 2 കാര്യം നന്നാകാൻ 3-മത്തേതിൽ അടങ്ങിയിരിക്കുന്നെന്നുള്ളതാണ് കർത്താവ് വചനത്തിൽ കൂടെ നമുക്ക് തരുന്ന റെവലേഷൻ. 3-മത്തെ കാര്യത്തിൽ എത്രത്തോളം നമ്മൾ വിശ്വസ്തരാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ 1-2 നടക്കുന്നത്. ഇതാണ് നമ്മുടെ അകത്തൊന്ന് കയറേണ്ടത്. ഇത് കയറിക്കഴിഞ്ഞാൽ ഒരു വലിയ വിജയമാണ്. ഇത് കയറാനാ കുറെ പാട്. വായിക്കും, ചിന്തിക്കും, പക്ഷെ അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് അങ്ങനെ നടന്നാൽ അതൊരു ഫ്രീ ബേർഡ് ലൈഫാണ്. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞ കാര്യം എന്തുവാ ഈ വിശ്വാസം? പ്രൈസ് ദി ലോർഡ്. ഈ കാണാത്ത വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യം എന്തുവാ? കാണാത്ത കാര്യം എന്താ പറ?
നമ്മൾ ഈ ആശിക്കുന്ന മുഴുവൻ ഈ കണ്ണുകൊണ്ട് കാണുന്നതാണ്. എനിക്ക് ജോലി വേണം, എന്തെങ്കിലും നാളെ കിട്ടുമ്പോൾ അത് കണ്ണുകൊണ്ട് കാണാവുന്നതല്ലേ. ഒരു വണ്ടി വേണം, അതും കാണുന്നല്ലേ. ഒരു വീട് വേണം, അതും കാണുന്നല്ലേ. ഒരു വീട് വേണം, ഒരു കാർ വേണം, അല്ലെ ഒരു വസ്തു വേണം, കാണുന്നല്ലേ. എൻ്റെ പിള്ളേർ കാനഡയിൽ പോകണം, കാണുന്നല്ലേ. ഇപ്പൊ മനസ്സിലായല്ലോ, ഈ ഭൂമി കാണാത്തത്, ഈ ഭൂമിയിൽ ഇല്ലാത്തത് ആത്മ കണ്ണുകളാൽ മാത്രം കാണുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മാറ്റേഴ്സിനോട് ബന്ധപ്പെട്ടുള്ളതല്ല. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പടുകുഴിയിൽ തന്നെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് ചെയ്തതായ ആ രക്ഷണ്യ പദ്ധതിയുടെ വിശാലമായ ദർശനം ഞാൻ വിശ്വാസത്താൽ ആത്മാവിൽ കണ്ട്, അവൻ എനിക്ക് വേണ്ടി കൈനാളുകളിൽ കരുതി, ഇന്നും കരുതും നാളെയും കരുതുമെന്ന് എൻ്റെ തമ്പുരാനുള്ള ശരണമാണ് വിശ്വാസം. ഭൂമി ചില കാര്യങ്ങൾ നേടിയെടുക്കുന്നതല്ല വിശ്വാസം. ഭൂമിയിലുള്ളതെല്ലാം ഫ്രീ ബോണസായിട്ട് കർത്താവ് തരുന്നതാ. ആർക്ക് വേണ്ടി? അവനിൽ വിശ്വാസത്താൽ നോക്കി പാർക്കുന്ന തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി. ഭൂമിയിലുള്ളതിന് വേണ്ടി നമ്മൾ ഒന്നും തർത്തപ്പാട് കഴിക്കണ്ട. ഇത് ഞാൻ ഹൃദയത്തിൽ നിന്നായി പറഞ്ഞത്, ചുമ്മാ എൻ്റെ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറഞ്ഞല്ല. ഇത് ഞാൻ 101% അനുഭവിക്കുന്നതാണ് ഈ പറഞ്ഞത്. വിശ്വസിക്കുന്നവനല്ല, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആ ജീവിതം ഒരു സുഖമുള്ള ജീവിതമാണ്. അന്നേരം നിങ്ങൾ ചിന്തിക്കാൻ, ആ ഒരു ദിവസം ഇല്ലെങ്കിലും സുഖമാണ്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതായത് പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒന്നൊരു സാമ്പത്തിക ഏരിയ ഉണ്ട്. ആ ഏരിയ ഇപ്പോൾ അല്പം തൊടാൻ പോകുന്നത് ഏതാ? ഇന്നലെ നമ്മൾ ചിന്തിച്ച അല്ലെ ഈ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സാമ്പത്തിക തലത്തിൽ കൂടി ഇപ്പം നമ്മൾ അല്പസമയം നടക്കാൻ പോവാണ്. ഓക്കെ, പിന്നെ വേറെ ആംഗിളിൽ കൂടെ ചിന്തിക്കാനുണ്ട്. ഓക്കെ, ആത്മീയ ജീവിതവും സാമ്പത്തികവും അത് നമുക്ക് ആദ്യം എടുക്കാം. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് 3 കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തുവാ? ഒന്ന് വീട്ടുകാര്യം, പിന്നെ ധനകാര്യം. ഓക്കെ, എന്ന് പറഞ്ഞാൽ സാമ്പത്തികം, ലൗകികം. ഓക്കെ, ആത്മീയവും ധനം എന്നുള്ള വിഷയം നമുക്കൊന്ന് എടുക്കാം. ഈ ധനം എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് ഒരു വലിയ പ്രോബ്ലമാണ്. എല്ലാവരും ദൈവം ഇതിനെ സംബന്ധിച്ച് ധനം എന്താ, എങ്ങനാ, ധനം വേണോ വേണ്ടായോ, ധനം ആകാമോ ഇല്ലയോ, ശരിയായ ധനമേത്, ശരിയല്ലാത്ത ധനമേത്, ഇതിനെപ്പറ്റി നമുക്കൊരു വെളിപ്പാട് കിട്ടണം. മത്തായിയുടെ സുവിശേഷം 6-24 വാക്യം ആദ്യം നമുക്കൊന്ന് വായിക്കാം. രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. എന്താ പറയുന്നത്? ശരിയായിട്ട് മനസ്സിലായോ? 2 യജമാനന്മാരെ സേവിപ്പാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. ശരിയാ? പിന്നെ ആ യജമാൻ ആരൊക്കെയാ? ദൈവത്തെയും മാമോനെയും. സത്യം പറഞ്ഞാൽ 2 യജമാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? തമ്പുരാന്റെ മനസ്സിൽ ദൈവത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? പിശാച. വേണ്ടത് വെളുപ്പിന്റെ ബ്ലാക്ക് ഓപ്പോസിറ്റ് കറുപ്പല്ലേ? 2 യജമാനെ പറ്റത്തില്ല. ഓക്കെ, ദൈവം ഒന്ന് മനസ്സിലായി. രണ്ടാകുമ്പോൾ തിരിച്ചാരാ? പിശാച വേണ്ടത്. ഇവിടെ പറയാ പിശാചല്ല പറഞ്ഞത്, മാമോൻ. അവൻ കർത്താവിന് പൈസ ഇഷ്ടമല്ലേ? സുവിശേഷ വേലയ്ക്ക് പൈസ വേണ്ടേ? ദൈവമക്കൾക്ക് പൈസ വേണ്ടേ? പിന്നെന്താ ഇവിടെ കർത്താവ് പൈസയെ, ധനത്തെ ഈവിളായിട്ട് പറയുന്നത്? എങ്ങനെ പൈസ ഈവിളാകുന്നത്? ആ ഏരിയ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ. ദൈവമക്കൾക്ക് പൈസ വേണം, തീർച്ചയായിട്ടും വേണം. ദൈവ വേലയ്ക്ക് കർത്താവിന്റെ രാജ്യം പണിയാൻ പൈസ അത്യാവശ്യമാണ്. പക്ഷെങ്കിൽ ഇതെങ്ങനെ ദൈവിക പൈസ സൈത്താന്റെ പൈസയായി മാറും, സൈത്താന്റെ പൈസ ദൈവ പൈസയായി മാറും? ഇതിൻ്റെ എന്ത് ചെയ്യണം? ലക്ഷ്മണരേഖ നമ്മളൊന്ന് മനസ്സിലാക്കണം. പലർക്കും ഈ ലക്ഷ്മണരേഖ അറിയത്തില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് 1 തീമോഥെയോസ് 6 പോയിട്ട് 2 ടൈപ്പ് ധനത്തെ പറ്റി അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം.
1 തീമോഥെയോസ് 6-ാം അധ്യായം 5-6 വാക്യത്തിൽ അവിടെ 2 ഭക്തിയും 2 ധനത്തെ സംബന്ധിച്ചും കാണുന്നുണ്ട്. ഇത് ഒന്ന് മനസ്സിലാക്കണം. ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. കണ്ടോ, ദൈവഭക്തി 2 ആദായത്തിന് കൊള്ളും എന്ന് ചിന്തിക്കുന്നു. ദൈവഭക്തിയായി ആദായമായി, അത് മനസ്സിരിക്കണേ. ഇനി 2ാമത് ഒരു ഭക്തിയും ആദായം കാണാം. ഇനി അടുത്ത വാക്യം 6-ാം വാക്യം വായിച്ചേ. അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. ഇവിടെ ഒരു ഭക്തിയും ഒരു ആദായമുണ്ട്. ഇപ്പം 2 ഭക്തി 2 ആദായം ശരിക്കും മനസ്സിലാക്കണേ. ഇനി അത് ഓരോ ഭക്തിയും ആദായം എങ്ങനെയാണെന്ന് നമ്മൾ കാണാൻ പോവാ. ഒന്നുകൂടെ ആദ്യത്തെ വാക്യം വായിച്ചേ. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. ഒരു ചിലർ കർത്താവിന്റെ അടുക്കൽ വരുന്നത് എന്തെങ്കിലും നന്മ കിട്ടും, എന്തെങ്കിലും ആദായം കിട്ടും, എൻ്റെ കാര്യം നന്നായി നടക്കും, സാമ്പത്തിക നന്മയുണ്ടാവും, എൻ്റെ പിള്ളേർ മേൽഗതി പ്രാപിക്കും. അന്നേരം ചിന്തിക്കും, അതിനാണല്ലോ ഞങ്ങൾ വന്നത്. അന്നേരം അപകടമായി പോയല്ലോ എന്നൊരു ചിന്ത വന്നില്ലേ? വന്നു. ഇനി അതിനെ നമ്മൾ തിരിക്കണം. തിരിച്ച് മനസ്സിലാക്കിയില്ലേ അപകടമാണ്. ഓക്കെ, ദൈവഭക്തി ആദായത്തിന് എന്ന് കൊടുത്തിരിക്കുക. നമ്മളെല്ലാം കർത്താവിനടുക്ക വന്നത് ഒന്നിൽ ചില മക്കളുടെ പ്രശ്നം, അല്ലെ ചില സാമ്പത്തിക പ്രശ്നം, അല്ലെ ചില ശാരീരിക പ്രശ്നം, അല്ലെ ചില ലോകത്തിലെ ഏതെങ്കിലും പ്രശ്നത്തിൽ കൂടെ കർത്താവിന് സന്നിധി വന്നത്. അങ്ങനെ ആ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. പത്രോസിനെ പോലും വിളിച്ചത് മീൻ ഒരു രാത്രി മുഴുവൻ വീശിട്ട് ഒന്നും കിട്ടാത്ത അവസ്ഥയിലിട്ടാ പിടിച്ചത്. നമ്മളെ പിടിക്കുന്നത് നമ്മുടെ ധനത്തിലും പിള്ളേരിലും ഒക്കെയാണ് പിടിക്കുന്നത്. പിടിച്ചിട്ട് നമ്മുടെ മൈൻഡ് കർത്താവ് മാറണം. ആമേൻ. ഇവിടെ പറയുന്നു വലിയ ആദായത്തിന് വേണ്ടി ദൈവഭക്തി ഉപയോഗിക്കുന്നു. പ്രൈസലോ. ആദായ പ്രശ്നത്തിൽ കൂടെ കർത്താവ് നമ്മളെ പിടിച്ചെന്നുള്ള ശരിയാണ്. ഈ പിടി വിടണം. ഈ പറഞ്ഞ എല്ലാ സാമ്പത്തിക മണ്ഡലത്തിന് പരിഹാരത്തിന് വേണ്ടി ഞാൻ കർത്താവിന് സന്നിധി വന്നാലും ഈ എൻ്റെ ഭൗതികമായ പ്രശ്നങ്ങൾ പ്രാർത്ഥനയാൽ ദൈവം പരിഹരിച്ച് എൻ്റെ സാമ്പത്തിക വിഷയത്തെക്കാൾ വലുത് ഇത് തന്ന ദാതാവുണ്ട്. അതിലേക്ക് നമ്മുടെ സ്നേഹവും ശരണവും മാറിക്കോണം. മറിച്ച് ഞാൻ പ്രാർത്ഥിച്ചെൻ്റെ ജോലിയില്ലാത്ത ജോലി കിട്ടി, രോഗിയായ എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് ഇന്ന കാര്യം സാധിച്ച ഞാൻ ഇനി നേടാൻ വേണ്ടി എൻ്റെ പ്രാർത്ഥനയും ചർച്ചും ആത്മീയവും ഉപയോഗിച്ചാൽ ലോകത്തിലേക്ക് ദൃഷ്ടി വെക്കുന്ന ഒരു ലോകത്തായി നമ്മൾ പോകും. ശരിയാ, നമ്മുടെ ലൗകിക പ്രശ്നത്തിൽ കൂടെ നമ്മളെ പിടിക്കുന്നു. സോ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് 2 levels of godly life, God fearing life. Okay. And 2 levels of material blessing. Praise the Lord. Here in the 5th verse talking about there are people who are seeking God only for their material blessing. Though we coming to the Lord for the problem of our material areas, but as we come to the Lord, when we see God's helping God in our material problem, then we have to put our trust gradually into the giver rather things provision. Hallelujah. നമ്മുടെ മൈൻഡ് എവിടേക്ക് മാറണം? തന്ന് പ്രാർത്ഥനയിലൂടെ കൃപയിൽ വന്ന് ദൈവസന്നിധി വന്ന് നമ്മുടെ ഭൗതികമായ ലൗകികമായ പ്രശ്നങ്ങളിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നവനാണ് നമ്മുടെ ഭൗതികത്തെക്കാൾ വലിയവൻ. അവനിലേക്ക് നമ്മുടെ ചിന്തയും ആശ്രയവും ശരണവും സ്നേഹവും വരണം. വന്നില്ലെങ്കിൽ അപകടമാണ്.
പ്രൈസ് ദ ലോർഡ്. അതാണ് 6-ാം വാക്യത്തിൽ കൊടുത്തേക്കുന്നത്. എന്തോ 6-ാം വാക്യത്തിൽ പറയുന്നത്? അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. ലൗകികമായ അല്ലെങ്കിൽ ആൾക്കാർ. പിന്നെ രണ്ടാമത്തേത് അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നു താനും. അലംഭാവത്തോടെ ദൈവഭക്തി എന്ന് പറഞ്ഞ അർത്ഥം ഗോൾഡിനെസ് വിത്ത് കണ്ടന്റ്മെന്റ്. കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞ അർത്ഥം തൃപ്തിയുള്ള ജീവിതം. നമുക്ക് സത്യത്തിൽ തൃപ്തി എപ്പോഴാ വരുന്നത്? എവിടാ വരുന്നത്? പണത്തിലാണോ? ഒരിക്കലും പണം കൊണ്ട് നമുക്ക് തൃപ്തി വരത്തില്ല. ഇന്ന് നമ്മൾ ചിന്തിക്കും, എനിക്കൊരു 5000 രൂപ ഇൻകം ഉണ്ടായിരുന്നു, എൻ്റെ കാര്യം ശരിയായെന്ന്. 5 കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ചിന്തിക്കുന്നത് എങ്ങനെ 10 ആക്കാം. 10 കിട്ടുമ്പോൾ 25 ആക്കാം. 25 കിട്ടുമ്പോൾ 1 ലക്ഷം ആക്കാം. 1 ലക്ഷം കിട്ടുമ്പോൾ 10 ലക്ഷം. 10 ലക്ഷം കിട്ടുമ്പോൾ 1 കോടി. 1 കോടി കിട്ടുമ്പോൾ തൃപ്തി വല്ല കാലത്തും വരുമോ? ഇപ്പം മനസ്സിലായില്ലേ? ലോകത്തിലെ ധനം കൊണ്ട് ജീവിതത്തിൽ തൃപ്തി വരത്തില്ല. എന്നാൽ ഇവിടെ പറയുന്നു അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തൃപ്തിയുള്ള ദൈവഭക്തി. എങ്ങനെ നമുക്ക് തൃപ്തി വരും? യോഹന്നാൻ 6:35 കർത്താവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കിയില്ല, ദാഹിക്കുകയുമില്ല. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവന്റെ അകത്തുള്ള വേണം വേണം, കിട്ടണം കിട്ടണം, പോരാ പോരാ, ഇല്ല ഇല്ല, വേണം വേണം, വേണം വേണം, ആ വിശപ്പ്, ആ ദാഹം, പിന്നെയും വേണം, ഇത് പോരാ 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 എന്നുള്ള ആ വിശപ്പ് അകന്തിക്കും. അതെന്താ കാര്യം? വളരെ സിമ്പിളാ. എങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാം. ഇവിടെ നമുക്ക് ചൂടുള്ള നല്ല മട്ടൻ ബിരിയാണി ഇരിക്കുക, ഇപ്പുറത്ത് ഇന്നലത്തെ തണുത്ത ചോറുമോ പഴങ്കഞ്ഞോ ഇരിക്കുക. നമ്മളിവിടേക്ക് നമ്മുടെ ശ്രദ്ധ പോകും മട്ടൻ ബിരിയാണി. ഇത് നാച്ചുറലാണ്. ഇത് സെലക്ട് ചെയ്യാനോ വലിയ പഠിത്തമൊന്നും വേണ്ട, മണം അടിച്ചാൽ മതി. ഇപ്പം കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായല്ലേ? അപ്പം ഇവിടെ നമ്മൾ കുറച്ചുകൂടെ പൈസ, കുറച്ചുകൂടെ പൈസ, കുറച്ചുകൂടെ വലിയ വീട്, കുറച്ചുകൂടെ നല്ല കാറ്, ഇങ്ങനെ 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 തൃപ്തിയില്ലാത്തതിന് വേണ്ടി വേണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദാഹിച്ച് പോകുമ്പോൾ അപ്പുറത്ത് നല്ല മട്ടൻ ബിരിയാണിക്ക് തുല്യമായ കർത്താവിൽ കൂടെ പടുകുഴി കിടന്ന് എന്നെ പൊക്കിയെടുത്ത് സ്നേഹിച്ച് കരുതി ആശ്ലേഷിച്ച് എന്നോടുകൂടി എന്നും ഇരിക്കാൻ ഞാൻ നിന്നെ കൈവിടത്തിൽ ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നോടുകൂടി ഉണ്ട്, നീ എന്നോടുകൂടി ഉണ്ട്, ഞാൻ നിന്റെ അകത്ത്, നീ എൻ്റെ അകത്ത്. ആമേൻ. ഓ, ഞാൻ സൗജന്യമായി നിത്യ രാജ്യം നിനക്കായി ഞാൻ തന്നിരിക്കുന്നു. സൗജന്യമായി ആ മഹനീയമായ കർത്താവിന്റെ സ്നേഹവും സാന്നിധ്യവും നമുക്ക് തരുന്ന കേവലം ഒരു മട്ടൻ ബിരിയാണി കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ അകത്തുള്ള എല്ലാർത്തിയും തീരുന്ന തൃപ്തിയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ തൃപ്തി ഒന്നും വേറെതാ. ആ തൃപ്തി നമ്മുടെ അകത്ത് കയറിയാ പിന്നെ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഭൂമിയിൽ ഒന്നും കൊണ്ട് പറ്റത്തില്ല, ഒന്നും കൊണ്ട് പറ്റത്തില്ല. ഇപ്പം മനസ്സിലായോ? ഹല്ലേലൂയ. അമ്മ, ഈ ആനന്ദം, ഈ തൃപ്തി എങ്ങനെ വരും? അവൻ എൻ്റെ ആത്മാവിൽ രാജാവായി, അവൻ എൻ്റെ മൈൻഡിൽ രാജാവായി, അവൻ എൻ്റെ ശരീരത്തിൽ രാജാവായി, അവനെ ഞാൻ ആത്മാവിൽ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ ആനന്ദമാണ് എനിക്ക്. ലോകം വേണ്ട, ഒന്നും വേണ്ട. ഭക്തൻ പണ്ട് പാടിയതുപോലെ, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ. കണ്ടോ? ഭക്തന്മാരുടെ പാട്ടാണ്. അതാണ് ഈ തൃപ്തിയുടെ പാട്ട്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് ലിറ്ററലി പറയാം, നമുക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ ഉണ്ടേലുണ്ട്, ഇല്ലേലില്ല. കഴിച്ചേ കഴിച്ചു, കഴിച്ചില്ലേ കഴിച്ചില്ല. ഉടുത്തേ ഉടുത്തു, ഉടുത്തില്ലേ ഉടുത്തില്ല. കിടന്നേ കിടന്ന്, കടന്നില്ലേ കിടന്ന. അന്നേരം പിന്നെ ഉറക്കം ഉണ്ടേലെന്നാ ഇല്ലേലെന്നാ. പൈസ ഉണ്ടേലെന്നാ ഇല്ലേലെന്നാ. ഓ, എല്ലാം നമുക്ക് സെക്കൻഡറി ആയിട്ടാണ് മാറും. അതുണ്ടാകുന്നത് ആ കർത്താവ് നമ്മുടെ അകത്ത് രാജാതി രാജാവായി നിറഞ്ഞു നിന്ന് ആ സ്വർഗത്തിലെ ആനന്ദം നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും ചൂയിങ്കം പോലെ രുചിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന തൃപ്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ഇതാണ് തൃപ്തിയുള്ള ജീവിതം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം. ഇതാണ് ഭൂമിയിൽ നമ്മൾ സ്വർഗം അനുഭവിക്കുന്ന ജീവിതം. ഭൂമിയിൽ നമ്മൾ സ്വർഗം അനുഭവിക്കുന്ന ജീവിതം. ഇന്നലെ ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തന്നു. ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. യോഹന്നാൻ 16 കിടക്കുന്ന ഒരു വാക്യം. എത്ര ബ്യൂട്ടിഫുള്ളായ ഒരു വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ വാക്യം 22 എന്താ വായിക്കുന്നത്? അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കും. ഇതെന്തോ പരിപാടിയാ? ഇതെന്തോ പരിപാടിയാ? ഒന്നും ചോദിക്കത്തില്ല. പിന്നെ ഇതൊക്കെ ഒരു ചപ്പും ചവറുവാ. പിന്നെ ലോകത്തിലെ എല്ലാം ഉണ്ടേലുണ്ട്, ഇല്ലേലില്ല. വലിയ വിഷയമല്ല. ഇവിടെ ഭയങ്കര ആനന്ദത്തിൽ തുള്ളിച്ചാടുമ്പോ പിന്നെ കുറച്ചുകൂടെ ഞാനിവിടെ ഉണ്ടാക്കി അടങ്ങത്തുള്ളൂ. ഒരു കൊട്ടാരം കൂടെ. കർത്താവ് തന്നേ സ്വത്രം, തന്നില്ലേ സ്വത്രം. ഉണ്മാനും അന്ന് ആ തലത്തിലാ പൗലോസ് താഴെ പറയുന്നത്. ഉണ്മാനും ഉടുക്കാനുണ്ട്, മതിയെന്ന് വെക്ക്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ കുറച്ച് പേർക്ക് ചങ്കിടിക്കുമോ എന്ന് സംശയമുണ്ട്. ഞങ്ങളിവിടെ ബിസിനസ് വലുതാക്കാനും സാമ്രാജ്യം വലുതാക്കാനും പ്രാർത്ഥിച്ച് ഫാസ്റ്റ് ചെയ്ത് പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ഒരു പുതിയ ഐഡിയോളജിയും കൊണ്ട് വന്നിരിക്കുക. എന്തോ ചെയ്യും? ഇതുവരെ ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രാർത്ഥനയുടെ പാടില്ലാത്ത രീതിയിലാക്കിയല്ലോ. പലർക്കും വല്ല ഹാർട്ട് പ്രയാസമുണ്ടോ? ഇതൊരു വെളിപ്പാടാ. ഇത് ബൈബിൾ നോളജ് അല്ല, വെളിപ്പാടാ. ഇത് വെളിപ്പാട് കർത്താവിനെ അനുഭവിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പണി നടക്കത്തില്ല. അപ്പൊ ഇതിന് പറഞ്ഞ വേറൊരു പേരാണ് വിശ്വാസ ജീവിതം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഇപ്പൊ ഇവിടുത്തെ കാര്യം ഉണ്ടേലുണ്ടില്ലേലില്ല അങ്ങനെന്നുണ്ടെ പിന്നെ ഇത് ഞാൻ പ്രാർത്ഥിച്ചു നേടി. നോ മണ്ണാക്കട്ട, എന്തോ പ്രാർത്ഥനയാ ഇവിടെ. ഇപ്പൊ ഞാൻ പിടിച്ചു മേടിച്ചു. കടവളെ ഒന്നും പിടിച്ചു മേടിക്കണ്ടെന്ന്. ഇവിടെ പിടിച്ചു മേടിക്കല്ല നമ്മുടെ പണി. രാജാവിന്റെ കൂടെ നടക്കുന്നതാണ് നമ്മുടെ പരിപാടി. രാജാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ, 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 ആമേൻ. ലേവ്യ 26, 11, 12, 13. The book of Leviticus chapter 26, 11, 12, 13. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും. ഉണ്ടോ? കർത്താവിന്റെ ആഗ്രഹമായി പറയുന്നത് നിങ്ങളുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഇടയിൽ, നമ്മുടെ ഇടയിൽ, നമ്മുടെ കൂടെ. പിന്നെ എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുക്കത്തില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഞാൻ നിങ്ങളുടെ മധ്യ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പനും അമ്മയും മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ കൂടെ എന്ന പോലെ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. കർത്താവിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞേ, കർത്താവ് എന്നും നമ്മുടെ ദൈവവും നാം അവന്റെ ജനം. നോക്കട്ടെ, കർത്താവുമായിട്ടുള്ള ഇന്റിമസി. കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളും അവൻ എല്ലാമാണ്. നമ്മുടെ മാതാപിതാക്കളെക്കാൾ കവിഞ്ഞ് അവന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ. ഓക്കെ, അത് മനസ്സിലായല്ലോ? അമ്മ ചുരുക്കി പറഞ്ഞ ദൈവജനത്തിന്റെ മധ്യത്തിൽ കർത്താവ് രാജാവ്, ദൈവജനങ്ങളുടെ മധ്യത്തിൽ അവൻ ഉന്നതൻ. ഓക്കെ, മനസ്സിലായല്ലോ? ശരി. ഇനിയും നിങ്ങൾ പേടിക്കേണ്ട ഭാഗം ഞാൻ 1, 2, 3 തൊട്ട് പറയത്തേ ഉള്ളൂ. കാരണം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ട ഭാഗമാണ്. അത് ഞാൻ ഓടിച്ചിട്ടൊക്കെ പറഞ്ഞു പോകാം. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഈ തലത്തിൽ മുമ്പോട്ട് പോയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ പിള്ളേർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കൃഷി, നിങ്ങളുടെ ആട് മാട് കൃഷി, വരുമാനം, നന്മകളെ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. ഭൗതികത്തെ തൊട്ട് പറയാണ്, മക്കളെ തൊട്ട് പറയാണ്, എല്ലാം അനുഗ്രഹിക്കുന്നത്. ഏതാ? ഇതിൻ്റെ ബേസിൽ അല്ല, അതിൻ്റെ ബേസിൽ ഇതല്ല, ഇതിൻ്റെ ബേസിൽ അത്. ഓക്കെ, റൈറ്റ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ എൻ്റെ സാന്നിധ്യം നിങ്ങൾ വെറുത്താൽ, എൻ്റെ സ്ഥാനം നിങ്ങൾ അവഗണിച്ചാൽ, എനിക്ക് നിങ്ങളുടെ ഇടയിലുള്ള ആ അംഗീകാരവും ആ പ്രാതിനിധ്യവും ആ രാജ്യത്വവും നിങ്ങൾ അവഗണിച്ചാൽ ഞാനും നിങ്ങളെ തഴയും. 7 മടങ്ങ് അടി കിട്ടും നിങ്ങൾക്ക്.
എന്നിട്ട് പറഞ്ഞ അടുത്ത പ്രയോഗം എന്നറിയാമോ? അതുകൊണ്ട് നിങ്ങൾ ശരിയായില്ലെങ്കിൽ അടുത്തടുത്ത കുറെ ഡോസ് കൂടെ തരും. പിന്നെ പറയാ, പിന്നെ ഞാൻ 7 മടങ്ങ് അടി തരും. കടവളെ തീർന്നില്ല, പിന്നെ 4 പ്രാവശ്യം ഈ പ്രയോഗം പറയാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേടിക്കേണ്ട അധ്യായമാണെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ വ്യവസ്ഥ എന്താണെന്നറിയാമോ? കർത്താവ് നമ്മുടെ മധ്യത്തിൽ നടക്കേണ്ടവനാ. അവൻ നമ്മുടെ മധ്യത്തിൽ രാജാവായിരിക്കേണ്ടവനാണ്. അവനും നമ്മളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷനാ ഒന്നാമത്തെ വിഷയം. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ആനന്ദവും സന്തോഷവുമാണ് ഒന്നാമത്തെ വിഷയം. ഈ ഏരിയ നിങ്ങൾ അവഗണിച്ചാൽ അടി ഒന്നല്ല, പുറത്തുള്ളവൻ ഒരടിയാതെ നമുക്ക് 7 അടി. ഇപ്പൊ കാര്യം മനസ്സിലായോ? അതാ പറഞ്ഞ് പേടിക്കേണ്ടതാന്ന് പറഞ്ഞ്. ബാക്കി നിങ്ങൾ തന്നെ വായിക്കണം, മെഡിറ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. സ്തോത്രം. ഇത് ചുമ്മാതെ പറഞ്ഞു വിട്ടതല്ല. ഇസ്രായേലിനോട് ദൈവം അങ്ങനെ തന്നെ ചെയ്തു. അവരെപ്പോഴും കർത്താവിനെ അവഗണിച്ചു. ഇതേ തരത്തിൽ കർത്താവ് അടിച്ചു. അങ്ങനെ ആകുമ്പോൾ ഇത് ഭംഗിവാക്കല്ലെന്ന് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. കർത്താവ്, ഞാൻ നിങ്ങളെ ഭൂമിയുടെ 4 വടിച്ചെറിക്കും. അവിടെ നിങ്ങൾ തകരും. അവരാ നിങ്ങൾ ഉപദ്രവിക്കപ്പെടും. അതുപോലെ തന്നെ നടന്നു. അവർ ചെയ്ത ഏറ്റവും വലിയൊരു കുരുത്തക്കേട് നമുക്കൊന്ന് ഇങ്ങനെ പറയാം. 2 ദിനവൃത്താന്തത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞു പോകാം, നിങ്ങൾ പിന്നെ ബാക്കി വായിച്ച് പഠിച്ചോണം. ദൈവം 6 ദിവസം അധ്വാനിച്ചിട്ട് 7-ാം ദിവസം സ്വസ്ഥമായി കർത്താവുമായിട്ട് രമ്യതയിൽ വസിക്കണമെന്ന് കർത്താവിൻ്റെ വ്യവസ്ഥയാണ്. എന്ന് വെച്ചാൽ കർത്താവുമായിട്ട് ആനന്ദിക്കുക. അതിന് പറഞ്ഞ പേരാ സാബത്ത്. ഞാൻ കർത്താവിൻ്റെ കൂടെ വസിക്കുക, കർത്താവുമായിട്ട് ഇങ്ങനെ ഇഴുകിച്ചേരുക. എന്നിട്ട് രണ്ടാമതൊരു വ്യവസ്ഥ വെച്ചു. ഭൂമിക്ക് പോലും 6 വർഷം കൃഷിഭൂമി ചെയ്യാം. 7-ാം വർഷം ഭൂമി പോലും വിശ്രമിക്കണം. ആ 7-ാം വർഷത്തെ ആദായം വേണ്ടതങ്ങ് വെക്കണം. കർത്താവ് പറയുന്നുണ്ട്, കുഴപ്പമില്ല, 6-ാം വർഷത്തെ ഇൻകം ഭയങ്കരമായിരിക്കും. അത് 2 വർഷത്തേക്കുള്ള ഈൽഡിങ് കിട്ടും. അതൊക്കെ കർത്താവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. കർത്താവ് ചെയ്യും. അതിന് തക്കവണ്ണമുള്ള ക്ലൈമറ്റും സെറ്റപ്പ് എല്ലാം കർത്താവുണ്ട്. എന്നാൽ ഇസ്രായേൽ മക്കൾ കുറെ കഴിയുമ്പോൾ നല്ല ഭയങ്കര അതിസമർത്ഥന്മാരായി, അതിബുദ്ധിമാന്മാരായി. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ? കർത്താവ് അങ്ങനെയൊക്കെ പറയാനകത്ത് വലിയ കാര്യമൊന്നുമില്ല, നമുക്കൂടെ കുറച്ച് ലോജിക്ക് ഉപയോഗിക്കണമല്ലോ. നമുക്കൂടെ എന്ത് ചെയ്യാം? 7-ാം വർഷവും ഭൂമി നല്ലവണ്ണം കൃഷി ചെയ്യാം. കാരണം അതിലത്തെ തോമാച്ചൻ ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ്റെ കൃഷി നന്നായില്ല, എന്നാൽ നമുക്കും ചെയ്തേക്കാം. ഇവൻ്റെ കണ്ടപ്പോൾ മറ്റവനും പറഞ്ഞു എന്നാൽ നമുക്കും ചെയ്യും. അങ്ങനെ എല്ലാവരും കൂടെ ചെയ്തു തുടങ്ങി. കർത്താവ് പ്രവാചകന്മാരെ അയച്ച് ശാസിച്ചു, ഈ പോക്ക് ശരിയല്ല, ഞാൻ പിടിക്കുമേ, എവിടെ കേൾക്കാനാ. അങ്ങനെ ആദ്യത്തെ 7 കഴിഞ്ഞു, 2ാമത് പിന്നെ 7, 3ാമത് 7, 4ാമത് 7, എല്ലാം കൂടെ കർത്താവ് നീട്ടി ഇതിനിടയ്ക്ക് ശാസിച്ചും ബത്സിച്ചും ഘട്ടം കൊടുത്തും വേദന കൊടുത്തും ഒക്കെ പറഞ്ഞു നോക്കി. പ്രവാചകന്മാരെ അയച്ച് പറഞ്ഞു നോക്കി, മനം തിരിയുന്നില്ല. ഒരിക്കൽ വീണിട്ട് മാനസാന്തരപ്പെടായിരുന്നാൽ പിന്നെ ഹൃദയം കഠിനപ്പെടും. ഒന്നുകൂടെ വാചകം പറയാം, എങ്ങനെ നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുന്നറിയാം. നമ്മൾ നിർമ്മലതയോട് ജീവിക്കുക. ഒരു വീഴ്ച സംഭവിച്ചു, വീഴ്ച സാരമില്ല, നിങ്ങളുടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ഞാൻ വലിയ കുഴപ്പമൊന്നും എനിക്ക് പറ്റിയിട്ടത് കൊണ്ട് അഭിനയിച്ചാൽ അതൊരു ബന്ധനമായി മാറും. ബന്ധനം എന്ന് പറഞ്ഞാൽ ഹൃദയം കഠിനപ്പെടും. കർത്താവെങ്കിലും പിന്നെ പറയും, പറച്ചിട്ട് പിന്നെ പെല്ലെ നിർത്തും. കാരണം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കർത്താവിന് ഇവൻ അടിച്ച് പുറത്തു കളയുക. കർത്താവിന് ഹൃദയം ദുഃഖിച്ചോട് കർത്താവിനെ പറച്ചിലങ്ങ് നിർത്തും. അതോടുകൂടി നമ്മുടെ ഹൃദയം വജ്രതുല്യമായി കടുപ്പമാകും. പിന്നെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, കുറ്റബോധമില്ല, കർത്താവും ദുഃഖിക്കും. ഇങ്ങനെ പലപ്പോഴും പ്രവാചകന്മാരുടെ എഴുത്തിനകത്തുണ്ട്, ഞാൻ നിങ്ങളെ അടിച്ചിട്ട് എന്ത് പ്രയോജനം, കാളവൻ്റെ ഉടയവനെ കഴുതൻ്റെ പുൽക്കൊട്ടി അറിയുന്നു, എൻ്റെ ജനവും അറിയുന്നില്ല. ഇവരുടെ തലയ്ക്ക് പഴുപ്പാണ്, പാദം വരെ പഴുപ്പാണ്, ഇവർക്കിത് മനസ്സിലാകുന്നില്ല. ഈ പരുവത്തിന് ഹൃദയം കഠിനപ്പെട്ടു. ഇസ്രായേൽ ഇങ്ങനെ കടുപ്പപ്പെട്ടു. ഇന്നത്തെ ആത്മീയോളത്തിലും ഇങ്ങനെ കടുപ്പപ്പെട്ട ഒരു വലിയ സമൂഹമുണ്ട്. വളരെ ദുഃഖത്തോടും വേദനയോടും പറഞ്ഞു പോയി. ആരുടെയും ഹൃദയം കഠിനപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഹോശിയ 2-ാം അധ്യായം 21 ഉണ്ട്, ഒന്ന് വായിച്ചേ. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും.
ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായോ? ഇസ്രായേൽ ജനം അവരുടെ തെറ്റുകൾ തിരുത്തി മടങ്ങി വരുവാൻ ഈ 2-ാം അധ്യായത്തിൽ ഈ പറഞ്ഞതുപോലെ കുറെ ഭയങ്കര മൂർച്ചയേറിയ അടി കർത്താവ് കൊടുക്കുക. മുള്ളുവേലി പോലെ അടി കൊടുക്കുക. മുള്ളുവേലി പോലെ അടി കൊടുക്കുക എന്നുവെച്ചാൽ മുള്ളുവേലി, അവരുടെ യാത്രയുടെ മുമ്പിൽ ദൈവം മുള്ളുവേലി കെട്ടുവന്ന് ബ്ലോക്ക് ചെയ്യുമെന്ന് നന്മ, യാത്ര, ഉയർച്ച. ആ 2-ാം അധ്യായത്തിലെ പ്രയോഗമാണ്. പിന്നെ ദുഷ്ടമൃഗങ്ങൾ ഒരു ജന്തുവിനെ കടിച്ചു കീറുന്ന പോലെ ഞാൻ കടിച്ചു കീറാൻ നിങ്ങളെ വിട്ടുകൊടുക്കും. ട്രീറ്റ്മെന്റാ, ലെവലാകാൻ വേണ്ടി ട്രീറ്റ്മെന്റാ. എന്താ ചെയ്യാൻ പറഞ്ഞ? ഇസ്രായേൽ ശരിയാകാൻ വേണ്ടി എന്തിയാ പറഞ്ഞത്? വന്യമൃഗം ജന്തുവിനെ ഇരയെ കടിച്ചു കീറുന്ന പോലെ ഞാൻ ഇസ്രായേലിനെ കടിച്ചു കീറാൻ വിട്ടുകൊടുക്കും. ഞാൻ അവരുടെ യാത്രയെ ഞാൻ മുള്ളുവേലി പോലെ നീക്കും. എന്തിന്? അവരവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അനുദപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് എൻ്റെ പാദത്തിൽ വന്ന് നിലവിളിക്കാൻ വേണ്ടി. നിലവിളിച്ച് കഴിയുമ്പോൾ, സമർപ്പിച്ച് കഴിയുമ്പോൾ, അതാണ് ഹോശേയ 2:14 സുപ്രസിദ്ധമായ വശീകരിച്ച് മരുഭൂമി, പരുക്കനായ അസഹനീയമായ മരുഭൂമി കൊണ്ടുപോയി അവളെ മാനസാന്തരപ്പെടാനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. എന്നിട്ട് ഞാൻ അവിടെ അടുക്ക് വന്ന് എൻ്റെ ജനത്തോട് സംസാരിക്കും. ഹൃദ്യമായി എന്ന് പറഞ്ഞാൽ ഒരു ഹാർട്ട് ടോക്ക് ഞാൻ നടത്തും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അവിടെ വെച്ച് ഞാൻ അവക്ക് പ്രത്യാശ, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയെയും കൊടുക്കും. ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ പിന്നെന്തോ കിട്ടിയാണ്? പ്രത്യാശ, എല്ലാ ഹോപ്പ്ഫുൾ, എല്ലാ പ്രതീക്ഷയും. ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് 21-ാം വാക്യത്തിൽ പറയുന്നത്. എന്താ? നിങ്ങളുടെ കൃഷി ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. കണ്ടോ, ഇവിടെ ജനം നന്നാകുമ്പോൾ ദൈവം തമ്പുരാൻ പ്രകൃതിയെ ഡീൽ ചെയ്യുക. നമ്മളെ നിമിത്തം ചിലപ്പോൾ പ്രകൃതിയെ പോലും കർത്താവ് ഹാൻഡിൽ ചെയ്യും. നമ്മൾ ശരിയായി കഴിയുമ്പോൾ ദൈവം ആകാശത്തെയും കാലാവസ്ഥയും സൂര്യനെയും മഴയെയും ഡീൽ ചെയ്യും, വിത്തിനെ ഡീൽ ചെയ്യും, ആദായത്തെ ഡീൽ ചെയ്യും. താഴ്ത്ത് വായിച്ച് അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. ഇനി നിങ്ങളത് പറ, നമ്മുടെ സാമ്പത്തിക നന്മ എങ്ങനെ വരും? ഞാൻ ഇപ്പൊ പ്രാർത്ഥിച്ച നന്മ മേടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എവിടാ നന്മ കിട്ടുന്നത്? എങ്ങനെ കിട്ടുമെന്ന് പറ. അവൻ നമ്മുടെ രാജാവെങ്കിൽ നന്മ നമ്മുടെ കൂടെ ഉണ്ട്. മത്തായി 6:24 നമ്മൾ എന്താ വായിച്ചത്? എന്താ വായിച്ചത്? 2 യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും. എന്ന് പറഞ്ഞിട്ട് പിന്നെ താഴോട്ട് കർത്താവ് എന്താ പറയുന്നത്? ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ഓക്കെ, ഫൈൻ. എന്നിട്ട് കർത്താവ് എന്താ പറയുന്നത്? നോക്കി ഈ പക്ഷികളെ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എല്ലാ കാര്യം ഞാൻ നോക്കുന്നില്ലേ? വയലിലെ ഈ ലില്ലി പൂക്കളെ നോക്ക്, അത് നൂല് തൂക്കുന്നില്ല, ഉടുപ്പിടുന്നില്ല. മനുഷ്യന്റെ പ്രതാപത്തിന്റെ പ്രതീകമായ ശലോമോൻ ഉടുത്ത സുന്ദരമായ ഡ്രസ്സിനേക്കാൾ ഞാൻ ഉണ്ടാക്കിയ നിസ്സാരമായ വയലിലെ പൂക്കളുടെ സൗന്ദര്യത്തോളും മനുഷ്യന്റെ ബലത്തിന്റെ പ്രതീകമായ ശലോമോന്റെ ഉടുപ്പ് വരത്തില്ല. എന്നിട്ട് പറയുകയാണ്, മുന്നമേ അവന്റെ രാജ്യവും അവന്റെ നീതിയും തേടുവീൻ, അപ്പോൾ കഴിക്കാനും കുടിക്കാനും ഉടുക്കാനുമുള്ള നമ്മുടെ ഭൗതിക കാര്യം അവൻ നോക്കും. അത് പുറകെ വരും, പുറകെ. ഇപ്പൊ മനസ്സിലായോ? ഒരു തീരുമാനമെടുക്കും. നമ്മൾ ഭൗതികത്തിന്റെ പുറകെയല്ല, മനസ്സിന്റെ ഇഷ്ടത്തിന് പിന്നാലെയല്ല, നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് പിന്നാലെയല്ല, നമ്മുടെ ആത്മാവ് വസിക്കുന്ന രാജാവിന്റെ ഭരണത്തിൽ നടക്കണം. ഓ വണ്ടർഫുൾ. ഹല്ലേലൂയ. നടന്നു നോക്ക്. അതൊരു ജീവിതമാണ്, അതൊരു മേധസ്സുള്ള ജീവിതമാണ്, അതൊരു ആനന്ദമുള്ള ജീവിതമാണ്, അതൊരു തുള്ളിച്ചാടാവുന്ന ജീവിതമാണ്. അത് കർത്താവിൻ്റെ സന്തോഷത്താൽ നമ്മൾ തുള്ളിച്ചാടും.
നമ്മുടെ പണത്തിൻ്റെ സന്തോഷമല്ല, ലോകത്തിൻ്റെ കൊഴുപ്പിൻ്റെ സന്തോഷമല്ല, അത് കർത്താവിലുള്ള ആനന്ദത്തിൻ്റെ സന്തോഷം. ഇതാ ദൈവസഭയുടെ ആനന്ദം. ഹല്ലേലൂയ! മനസ്സിലായോ ഇല്ലയോ? ഹല്ലേലൂയ! അതുകൊണ്ട് ഇനി ഭൗതികം ഓർത്ത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് ടെൻഷനാകാതെ ആ സമയം ദൈവസന്നിധിയിൽ ഇരുന്ന് എന്ത് ചെയ്യ്? വചനം വായിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ച് 1 ദിവസം ഉപസിക്ക്, 2 ദിവസം ഉപസിക്ക്, കർത്താവുമായിട്ടുള്ള അലൈൻമെന്റ് ഒന്ന് ശരിയാക്ക്. അപ്പോൾ നമ്മുടെ കാര്യവും നമ്മുടെ തലമുറയുടെ കാര്യവും കർത്താവ് ഏറ്റെടുത്തു. ഹല്ലേലൂയ! ഹല്ലേലൂയ! ഈ നിലയിൽ ഇസ്രായേൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവരെ കർത്താവ് വിളിക്കുക, ദുശാഠ്യ ജനമേ, തന്നിഷ്ടക്കാരെ, നിങ്ങളുടെ ദുഷ്ട മനസ്സിനനുസരിച്ച് നടക്കുന്നവരെ എന്ന് പറഞ്ഞ് കർത്താവ് ദുഃഖത്തോട് അവരെ പറ്റി പറയുക. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ജഡ മനസ്സിനനുസരിച്ച് നടക്കരുത്. ആ ജഡ മനസ്സിനകത്ത് തിന്മകൾ മാത്രമേ വരത്തുള്ളൂ. ഇനി അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൂടുണ്ട്. ആ ഭാഗത്തോട്ട് ഒന്ന് വരുന്നതിന് മുൻപേ ഇതിന് 1-2 ബ്രാഞ്ച് കൂടെ ഒന്ന് പറയണം, പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. പ്രൈസ്തലോ റീബിലാമാറ. അപ്പം നമ്മളിപ്പോൾ ഇതുവരെ ചിന്തിച്ച പോയിന്റ് എന്തുവാണ്? 1, കർത്താവ് രാജ്യത്വം വാഴണം നമ്മുടെ ഉള്ളത്തിൽ. 2, പണം എന്നത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പ്രൈസ്തലോ, പണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, നമ്മുടെ ആത്മീയം സാമ്പത്തിക നേട്ടമല്ല. പക്ഷേ ആദ്യ നാളുകളിൽ നിങ്ങളുടെ സാമ്പത്തികം, നിങ്ങളുടെ കടം, നിങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു വിഷയത്തിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധി വന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളുടെ കടം, ഭൗതിക വിഷയത്തിന് മേൽ ആദ്യം ദൈവം ഒരു അത്ഭുതം ചെയ്യും. പത്രോസ് ഒരു രാത്രി മുഴുവൻ വീശി, ഒന്നും കിട്ടിയില്ല. ആ രാവിലെ കർത്താവ് പറഞ്ഞു നീ അങ്ങോട്ട് വീശാൻ പറഞ്ഞു, വീശി. എന്നിട്ട് പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ വീശി, ഒന്നും കിട്ടിയില്ല. നിന്റെ വാക്കിന് വലയിറക്കാൻ വീശി, പെരുത്ത മീൻകൂട്ടം കിട്ടി. അത് ഒരു ദിവസത്തേക്കാ, അത് നാളെ ആവർത്തിച്ചാൽ ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ മനസ്സിലായോ? ഒരു അത്ഭുതം ചെയ്തത് നാളെ കർത്താവ് നിന്റെ രാജാവായി മാറാൻ വേണ്ടി ഭൗതികത്തിലും ശാരീരികത്തിലും ഒരു വിടുതൽ ചെയ്യും. എന്നും അതൊരു തൊഴിലാക്കരുത്. ഇപ്പൊ മനസ്സിലായോ ഇല്ലയോ? അങ്ങ് പച്ചയ്ക്ക് പറയുക. അല്ല, ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടായി പറയുന്നത്. ഭൗതിക നേട്ടം ആദ്യത്തെ 1 മാസം അല്ലെ, ഒരു 6 മാസം ഓക്കെ, അങ്ങേറ്റ 1 വർഷം ഓക്കെ. കൊച്ചു പിള്ളേരാന്നേ ബിസ്ക്കറ്റ് കിട്ടിയില്ലെങ്കിൽ കരയും ഓക്കെ. 1 വർഷം ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് നടന്നു. പിന്നെ ബിസ്ക്കറ്റില്ലേ പപ്പയോട് വഴക്കുണ്ടാക്കരുത്. പപ്പയാണെങ്കിൽ ബിസ്ക്കറ്റ് അല്ല, ചോക്ലേറ്റ് അല്ല, ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ള വെളിപ്പാടിലേക്ക് മാറിക്കണം. ഹല്ലേലൂയ! ഹല്ലേലൂയ! തിരിച്ചറിവ് കിട്ടിയ ദൈവജനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ഇനി ഇതിനകത്തുള്ള ഒരു വെളിപ്പാട്, 2 വെളിപ്പാടുകൂടെ പറയാനുണ്ട്. 1, ഇവിടെ എന്താ പറയുന്നത്? നിന്റെ പുത്രൻ നിമിത്തം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 1, നമ്മളിൽ അവൻ രാജാവായി എന്നും നിൽക്കണം. അവൻ്റെ പ്രജയായി അവനും നാമുമായിട്ടുള്ള ഭരണത്തിൽ ഇന്നും നടക്കണം. 1. 2, ദൈവസഭയ്ക്ക് ഈ ലോകത്തിൽ ദൈവസഭയോടൊരു കടപ്പാടുണ്ട്. രക്ഷിക്കപ്പെട്ട് കൃപയെ വന്ന് കർത്താവിൻ്റെ ഭരണത്തിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇരുട്ടിക്കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന, കർത്താവുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന ഓരോ ജീവിതങ്ങളെയും ആ ദൈവരാജ്യത്തിൻ്റെ എക്സ്പാൻഷൻ ഓരോരുത്തരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവരാജ്യം പണിതെടുക്കുക. ഒരു വലിയ ദൗത്യം നമ്മുടെ മേലുണ്ട്. 1, നമ്മൾ ദൈവരാജ്യത്തിലാകുക. 2, നമ്മൾ നിമിത്തം ദൈവരാജ്യം പണിതോ. ഹല്ലേലൂയ! 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 ഒരാളുടെ ചിന്താതി ഇത് പാസ്റ്റർമാരുടെ ജോലിയാണെന്ന് അല്ല. കർത്താവിൻ്റെ വേല, ദൈവകൃപ വന്ന വീണ്ടെടുപ്പ് പ്രാപിച്ച എല്ലാവരുടെയും ജോലിയാണ്. അതിനുവേണ്ടി അനേക വാക്യങ്ങളുണ്ട്. അതിനകത്ത് അത്യാവശ്യമായ ചില വചനങ്ങളിൽ കൂടെ നിങ്ങളുടെ അകത്തൊരു വെളിപ്പാട് തരാനായിട്ട് എൻ്റെ മനസ്സിലൊരു പ്രേരണ വരുന്നുണ്ട്. സ്തോത്രം. 1 Corinthians 9
16 വാക്യം വായിച്ചേ. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശംസിക്കും വകയില്ല, അതെന്റെ മേൽ കിടക്കുക, വിളിയ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അതൊന്ന് ശ്രദ്ധിച്ചോണേ. സുവിശേഷത്തിന്റെ വെളിച്ചം കിട്ടിയവന് അത് മറ്റുള്ളവനോട് അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. ആർക്ക് കഷ്ടം? അവർക്കല്ല, എനിക്ക്. ആ കഷ്ടം ഉപവസിച്ചാൽ മാറത്തില്ല, പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. നമ്മളെ അറിയിക്കേണ്ടവരോട് അറിയിച്ചിരിക്കണം. അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. കണ്ടോ? ഇനി അത് മനഃപൂർവ്വം സന്തോഷത്തോടെ ചെയ്യുന്നെങ്കിൽ എന്തുണ്ട്? പ്രതിഫലം കിട്ടുക എന്ന് പറഞ്ഞ അർത്ഥം അവൻ രക്ഷിക്കപ്പെടും, അവൻ അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെതായ രീതിയിൽ ദൈവം എന്നോടും കൃപ കാണിക്കും, നമ്മുടെ തലമുറകളോടും ദൈവം കൃപ കാണിക്കും. ഹല്ലേലൂയ. ഇപ്പം മനസ്സിലായല്ലോ അനുഗ്രഹം തടഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഏരിയ. സ്തോത്രം, 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 സ്തോത്രം. രക്ഷിക്കപ്പെട്ട് ദൈവകൃപ വന്ന ഓരോരുത്തരും രക്ഷിതാവിനെ ഇരുട്ടിക്കിടക്കുന്നവനോട്, രക്ഷ പ്രാപിക്കാത്തവനോട് ഒരു വാക്കിലെങ്കിലും പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സ്തോത്രം. മനഃപൂർവ്വമല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അത് നിർബന്ധം. പൗലോസ് അതുകൊണ്ട് പറയാ, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ദൈവസഭയെ, ദൈവരാജ്യം, നമ്മൾ തന്നെ ദൈവരാജ്യത്തിൽ നിന്നാ പോരാ, അനേകരെ ഈ ശ്രേഷ്ഠമായ ഭാഗ്യത്തിലേക്ക് നമ്മളോട് അറിയിക്കാനേ പറഞ്ഞുള്ളൂ, അവനെ രക്ഷിക്കപ്പെടുത്താൻ പറഞ്ഞില്ല. അത് കർത്താവാണ് ചെയ്യുന്നത്. അറിയിച്ചു കഴിഞ്ഞാൽ കർത്താവ് ബാക്കി ബിസിനസ് ചെയ്തോളും. അറിയിക്കാൻ നമ്മളെ ഏൽപ്പിച്ചു, നമ്മളത് പറയുക. അവൻ അടിച്ചാലും ചീത്ത പറഞ്ഞാലും വഴക്കുണ്ടാക്കിയാലും ഉടക്കിയാലും പറയുക. എങ്ങനെ പ്രാർത്ഥിക്കണം? യേശുവിന് വേണ്ടി ഒരു അടി ഏൽക്കുന്നത് ഒരു പദവിയാണ്. യേശുവിന് വേണ്ടി ചില ചീത്ത വിളി കേൾക്കുന്ന ഒരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ പറയും, എൻ്റെ പേര് പോകത്തില്ല. പേര് പോവും, അത് നിൻ്റെ ജഡത്തിൻ്റെ തണ്ട. ഒന്ന് പോകട്ടെ, ഒരടി കിട്ടട്ടെ, ചന്ത സ്ഥലത്തോടുന്ന് വലിക്കട്ടെ, പൗലോസിനെ വലിച്ച പോലെ. കാരണം എൻ്റെ ജഡം മുഴുവൻ ക്രൂശിക്കപ്പെട്ടിരിക്കല്ലേ, പിന്നെന്തോ അഭിമാനം. ഹല്ലേലൂയ. നമ്മളെ രക്ഷിക്കാൻ കർത്താവ് അപമാനം സഹിച്ചെങ്കിൽ, തുപ്പലേറ്റെങ്കിൽ, രോമം പിച്ചിപ്പറിക്കപ്പെട്ടെങ്കിൽ, നമുക്ക് അവന് വേണ്ടി എന്തെങ്കിലും ചിലത് സഹിക്കാം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സുവിശേഷം പറയണം. അത് നമ്മുടെ മേലുള്ള ദൗത്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അതിനൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്താം. ശരി, നമ്മുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്. എന്തുകൊണ്ട് ഒരാൾ നമ്മളോട് കുപിതനാകുമ്പോൾ, കലിതുള്ളുമ്പോൾ, വഴക്കുണ്ടാക്കുമ്പോൾ, അല്ലെ സുവിശേഷ നിമിത്തം അവനോട് സഹതാപം കാണിക്കാനുള്ള ഒരു വ്യവസ്ഥയായി പറയുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോട് വളരെ ഹൃദ്യമായിരുന്നു, വളരെ ഹൃദ്യമായി ഇടപെട്ടുകൊണ്ടിരുന്നു. അവൻ 2 മാസമായിട്ടൊരു പാകൽ, ഇന്ത്യയിൽ പറയും പാകൽ, ഭ്രാന്തനായി. ഓക്കെ, മെൻ്റലായെന്ന് വിചാരിച്ചു. മെൻ്റൽ പേഷ്യൻ്റായി. മെൻ്റൽ പേഷ്യൻ്റ് ആകുമ്പോൾ അവനെന്ത് ചെയ്യും? അവൻ്റെ ബുദ്ധി പോയോ വർക്ക് ചെയ്യത്തില്ല. അവനെന്ത് ചെയ്യും? നമ്മളെ ചിലപ്പോൾ ചീത്ത പറയും, അതും ഇതും പറയും, ചിലപ്പോൾ കല്ലുവാരി എറിയും. മെൻ്റലല്ലേ? ഉടനെ നിങ്ങളെന്ത് ചെയ്യും? ആഹാ, നീ ആരടാ? ആരെങ്കിലും അങ്ങനെ പറയുമോ? പറയത്തില്ല. നമ്മൾ ഓടുമ്പോൾ മനസ്സിൽ സങ്കടപ്പെടും. അയ്യോ പാവം, ഒരു നല്ല മനുഷ്യനായിരുന്നു, 2 മാസമായിട്ട് മെൻ്റലായി, എന്തോ ചെയ്യാം, ദൈവമേ നീ അവനെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ട് അവൻ നമ്മളെ ഓടിച്ചാലും കല്ലെറിഞ്ഞാലും നമ്മൾ ഓടും. ആ സഹതാപം വേണം. ഒരുവൻ നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മളെ എറിയുമ്പോൾ, ചിത്ത പറയുമ്പോൾ, അവരൊരു മെൻ്റലാണെന്ന് നമ്മൾ ആത്മാവിൽ കാണും. കർത്താവില്ലാത്ത ഏതൊരുവനും, സുവിശേഷത്തോടൊടക്കുന്ന ഏതൊരുവൻ്റെ മേലും ഒരു തിന്മയുടെ ശക്തി ആവസിക്കും. ആ ശക്തിയിൽ അവൻ ചിലപ്പോൾ നമ്മോട് കലിതുള്ളും, അവൻ നമ്മോട് അതും പറയും. അവൻ്റെ ബുദ്ധിയിലല്ല. അവൻ നാളെ പാസ്റ്റാകാനുള്ളവനാണ്, അവൻ നാളെ മനസ്സാന്തരപ്പെടാനുള്ളവനാണ്. നമ്മുടെ അകത്തുനിന്ന് എന്ത് പറയണം? കമ്പാഷൻ വരണം. ഹല്ലേലൂയ. നമ്മളെ തേടി രക്ഷിക്കാൻ വേണ്ടി കർത്താവ് എന്തുമാത്രം അലഞ്ഞു. നമ്മൾ അവനെ പറ്റി കമ്പാഷൻ ദുഃഖത്തോടുകൂടി പറയണം.
ദേഷ്യത്തോടല്ല, സഹതാപത്തോട് കരഞ്ഞു, കർത്താവേ നീ സഹോദരനെ രക്ഷിക്കണം, ഇവനെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭാരത്തോട് സുവിശേഷം അറിയിക്ക്. ഒരേറ് കിട്ടിയാലും ഒരടി കിട്ടിയാലും പ്രൈസിലോട് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാര്യം മനസ്സിലായോ ഇല്ലയോ? ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമുക്ക് എന്ത് ചെയ്യാം? വിതയ്ക്കാം. പകൽ ഉള്ളിടത്തോളം അയച്ചവൻ്റെ വേല ചെയ്യാം, ദൈവരാജ്യം പണിയാം. നമ്മുടെ ഈ ഹോൾ നിറയണം. രാവിലെ ഒരു വർഷിപ്പ്, രണ്ടാമത്, മൂന്നാമത്, നാലാമത്, അഞ്ചാമത്, ആറാമത്, ഇങ്ങനെ വർഷിപ്പ് മെമ്പർ കൂടട്ട് 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 കൂടട്ട്. നമ്മുടെ പട്ടണം കുലുക്കണം, നമ്മുടെ കേരളം കുലുക്കണം, നമ്മുടെ ഇന്ത്യ കുലുക്കണം, ലോകരാജ്യങ്ങൾ കുലുക്കണം. ഇതാണ് കർത്താവിൻ്റെ പദ്ധതി. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കും.